അല്ലേ വാഴക്കിടലിന് ഒരു പഞ്ചില്ല. അമ്മയെന്നെ അങ്ങനെ കൊച്ചാക്കി കാണുമൊന്നും വേണ്ട. ശരി കാണും. വൈഷ്ണവീനെ അറിയോ? ഓ അവക്ക് ലവ് ചിഹ്നോ എനിക്ക് തംസപ്പും. നീ ചുമ്മാതെ എരുതിയിൽ എന്നെ ഒഴിക്കല്ലേ കേട്ടാ. ന്യൂ ഇയർ ചിലപ്പോ പ്ലാൻ ചെയ്യുന്നുണ്ട് ബാംഗ്ലൂർ. ഒരു പ്ലാനിങ്ങും ഇല്ല. നിന്റെ കുഴപ്പം എന്തുവാ? നിനക്കെന്താടാ വേറെ ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ടാ? ലച്ചു എന്താ ലച്ചുന്? ഇവിടെ എന്നെങ്കിലും നോർമൽ ആവുകയാണെങ്കിൽ എന്നെ അന്ന് വിളിച്ചാൽ മതി. അതെങ്ങനെ ശരിയാവും? കയ്യിന്ന് പോയി മോളെ. ലച്ചുവിന് കലിപ്പ് കൊടുത്തിട്ടുള്ള പിന്നെ ഒരു അടുത്തൊരു തട്ടിക്കൂട് എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ഒരുപാട് എപ്പിസോഡ് കണ്ടു. ലച്ചു വെറുതെ ലച്ചുവിൻ്റെ ക്യാരക്ടറിനെ വെറുതെ ദേഷ്യം പിടിപ്പിച്ച് അങ്ങനെ റൈറ്റർ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നതെന്ന് അറിയില്ല. ഒരു കലിപ്പ് ക്യാരക്ടർ മാത്രം കൊടുത്തിട്ട് ആ ഒരു സംഭവത്തിൽ പ്ലോട്ട് മുമ്പോട്ട് പോകുന്ന രീതിയിൽ ഇപ്പം ഇതിലും ഒരു സംശയരോഗമൊക്കെ പോലെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവം. ഇപ്പോൾ സിദ്ധു വന്നതിന് ശേഷം ആയാലും നമുക്കറിയാം നല്ല രീതിയിൽ TRP ഒക്കെ കയറി നല്ല റേറ്റിങ്ങിലേക്ക് പോയ ഒരു എപ്പിസോഡുകളായിരുന്നു ഉപ്പുമുളകിൻ്റെ. പക്ഷേ ഇപ്പം സിദ്ധു ഉള്ളപ്പോഴും ഒരു കണ്ടന്റ് ഇല്ലാതെ അല്ലെങ്കിൽ ആരുമില്ല, കേശുവില്ല, ശിവാനിയില്ല, പാറുക്കുട്ടി ആരും തന്നെ ഇല്ല എപ്പിസോഡിൽ. ഗൗരിയമ്മായി ലച്ചുവും സിദ്ധുവിനെ വെച്ചിട്ടൊരു തട്ടിക്കൂട് എപ്പിസോഡ് ഉണ്ട്. അപ്പം തന്നെ സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയ പോലെ ഉണ്ട് ഇതിൻ്റെ പ്രൊമോ കണ്ടപ്പോൾ. പിന്നെ നമ്മളെല്ലാം ഒരുപാട് പേര് പറഞ്ഞു നമ്മൾ ടൂറിൻ്റെ കാര്യം, ഹൊറർ എപ്പിസോഡിൻ്റെ കാര്യം. പക്ഷെ